ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സാരി. ഇതൊരു ടിഷ്യൂവിൻ്റെ ഒരു നല്ല രസമുള്ള ഒരു സാരിയാണ്. ഇതുകൊണ്ട് നമുക്കൊരു അംബ്രല സ്കേർട്ട് വയ്ക്കണം. ഒരെണ്ണം അല്ല രണ്ടെണ്ണം. നേരത്തെ നമ്മൾ ഒരു ബ്ലൗസ് വെച്ചായിരുന്നു സിസ്റ്റേഴ്സിന് രണ്ടും ഒരുപോലത്തെ. അപ്പോൾ അതിൻ്റെ സ്കേർട്ടാണ് ഈ സാരി കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് എന്തേലുമൊക്കെ കുറച്ച് കൂടുതൽ ചെയ്യണമെന്ന് എനിക്കുണ്ട്. എന്നാലേ വർഷം ഫുള്ളും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. അപ്പോൾ വ്ളോഗിലോട്ട് പോകാം. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സ്റ്റിച്ചിങ് വ്ളോഗാണ്. നമ്മൾ പല ദിവസമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു ചെറിയ വ്ളോഗ് പോലെയാണ് ഇട്ടേക്കുന്നത്. ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനും അവളുടെ അനിയത്തിക്കും ഒരേപോലത്തെ ബ്ലൗസും അതുപോലെ തന്നെ ഇതിന് പറ്റിയ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. രണ്ടും രണ്ട് ടൈപ്പ് ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഒരു ഡയമണ്ട് നെക്കും വരുന്നുണ്ട്, അതുപോലെ പഫ് സ്ലീവും കൊടുത്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഹെമ്മും ചെയ്തിട്ടില്ല, ഹുക്കും വെച്ചിട്ടില്ല, അത് ചെയ്യണം. പിന്നെ വേറൊരെണ്ണം വരുന്നത് ഒരു സ്ലീവ്ലെസ് ബ്ലൗസാണ്. ഇതൊരു റൗണ്ട് നെക്കാണ് വരുന്നത്, എന്നാൽ ബോട്ട് നെക്കും അല്ല, എന്നാൽ കൃത്യം റൗണ്ട് നെക്കും അല്ലാത്തൊരു രീതിയിലുള്ളൊരു നെക്കാണ് വരുന്നത്. പ്രിൻസസ് കട്ടാണ് വരുന്നത്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഹുക്കാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ ഹെമ്മും ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഹെം ചെയ്യാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് പിന്നെ സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് പോയി. സ്കേർട്ട് നമുക്കൊരു സാരി കൊണ്ട് 2 അംബ്രല സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ വിചാരിക്കണം അത്രയും വിരിവ് കിട്ടില്ലെങ്കിലും ഒരു സ്കേർട്ടിനുള്ള വിരിവ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. ഇനി അത് സ്റ്റിച്ച് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തേക്കാം. കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡയമണ്ട് നെക്കും പഫ് സ്ലീവും കൊടുത്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. സ്ലീവ്ലെസ്സിനേക്കാളും കുറച്ചുകൂടെ ആ സ്കേർട്ടും ടോപ്പുമായിട്ട് ചേരുന്നത് ഈ ഒരു ബ്ലൗസാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും കറണ്ട് പോയതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് കുർത്തി നമുക്ക് ചെയ്യണമായിരുന്നു. ബാക്ക്ലെസ് ആയിട്ട് ബാക്കിൽ ടൈ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മളോട് കസ്റ്റമർ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഓർഡറാണ്. ഞാൻ ഈ ഒരു ടൈപ്പ് ഇടാറില്ലെങ്കിൽ എനിക്ക് ഇത്തരം കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. ഇത് ലൈനിങ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 349 ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോട്ടോ ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ നമുക്ക് 2-3 നൈറ്റി തയ്ക്കാനുണ്ടായിരുന്നു. നൈറ്റി എല്ലാം ഒരു കോമൺ ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ഈ ഒരു അജ്രക് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് നൈറ്റി തയ്ക്കേണ്ടത്. ഈ ഒരു സെയിം മെറ്റീരിയലിൽ 2 നൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നേരത്തെ കാണിച്ച ഒരു ഷോർട്ട് കുർത്തിയില്ലേ, അത് കൊറിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ അമ്മേനെയാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയല്ല, നോർമൽ കുർത്തിയില്ലേ, അതായിരുന്നു. സാധാരണ റൗണ്ട് നെക്കൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടിയിരുന്നത്. ആ ചേച്ചിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടിരുന്ന ഒരു കുർത്തിയാണ് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു കുർത്തി. ഇത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഓണത്തിൻ്റെ ടൈമിലാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തു. ഇനി നമുക്കിത് ഹെം ചെയ്തെടുക്കണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടും ഈ ഒരു മെറ്റീരിയൽ കൊണ്ടും കൂടെ ഒരു ഫ്രോക്കാണ്. ആ ഒരു ബൂട്ടാസ് വരുന്ന ആ മെറ്റീരിയലില്ലേ, അത് നമ്മൾ ഈ ഓപ്പോഷനിൽ കൊടുത്തിട്ട് ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യണം. ഇത് ഓണം സെലിബ്രേഷന് ഒരു കൊച്ചിനിടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ അടുത്തുള്ള ഒരു കൊച്ചിനാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ്. ലൈനിങ് ക്രേപ്പും കൂടി ആയതുകൊണ്ട് നല്ല പാടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യാനും ഒക്കെ നല്ല പാടാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ടൈ ഒക്കെ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. പിന്നെ നമ്മൾ താഴത്തെ പോർഷനാണ് ഈ കട്ട് ചെയ്യുന്നത്. ഇതും ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ്. ഫ്രണ്ടിൽ മാത്രമേ ആ ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിബ് വെക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വേറെ സൈസിലുള്ളവർക്കും ഈ ഡ്രസ്സ് ഇടാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാൻ അതൊക്കെ വിട്ടുപോയി. നമുക്ക് ഇട്ടിട്ടുള്ള പിക്കും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാത്തത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഈ കാണിക്കുന്നത്. ഇതും ഓണം സ്പെഷ്യലായിട്ട് വന്നൊരു ഓർഡറായിരുന്നു. പ്രിൻസസ് കട്ട് ബ്ലൗസും ബാക്ക് ഓപ്പണായിട്ട് സാധാരണ ഹുക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സ്കേർട്ടും ടോപ്പുമായിരുന്നു. പിന്നെ ഇതൊരു ട്രിപ്ലെറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഓർഡർ തന്നതായിരുന്നു. ഇതൊരു ഷർട്ടും അതുപോലെ ഒരു സ്കേർട്ടും ടോപ്പും സെറ്റായിട്ട് വരുന്ന ഒരു കോംബോ ആയിരുന്നു. ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈ ഒക്കെ കൊടുത്തിട്ട് ഷർട്ടിൽ നമ്മൾ കുറച്ച് ആപ്ലിക് വർക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ഓർഡർ വന്നായിരുന്നു 1 ഇയർ ഓൾഡ് ബേബിക്ക്
ഒരു സ്കർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മൾ വൈറ്റ് ഹൗസിൽ പോയിട്ടാണ് മെറ്റീരിയലൊക്കെ എടുത്തത്. ഈ ഒരു ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ സ്ട്രൈപ്സ് പോലെ വന്നിട്ട് അതിൽ ബൂട്ടാസ് കൊടുത്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിൽ നമ്മൾ ബ്ലൗസിൽ ഒരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറല്ല, ഒരു 3-4 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ നേരിട്ട് മെഷർമെൻ്റ് എടുത്തല്ലല്ലോ ചെയ്തത്, അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ ടൈയാണ് കൊടുത്തത്. അപ്പോൾ ഇടാനും ഊരാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു പെപ്പൽ ടോപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു 5ൽ പഠിക്കുന്ന ഒരു കൊച്ചിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു പെപ്പൽ ടോപ്പായിരുന്നു. ഇത് തയ്ച്ച് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അയൺ ചെയ്താലൊക്കെ അതുപോലെ തന്നെ കിടന്നോളും. നമുക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ റീൽ എടുക്കണമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ഈ ഒരു പാറ്റേൺ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ബാക്കിലൊരു ഹോൾ വരുന്ന രീതിയിലായിരുന്നു. തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആളിട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വന്നത് ഒരു അർജൻറ്റ് ഓർഡറായിരുന്നു. അതൊരു മാവേലിയുടെ ഡ്രസ്സാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ചേട്ടനാണ് ഈ മാവേലിയായിട്ട് പോണത്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മെറ്റീരിയൽ കൊണ്ട് തന്നത്. പിന്നെ രാത്രി ഇരുന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ അർജൻറ്റായിട്ട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം വന്ന ഓർഡറൊക്കെ കുറേ ഡിലേ ആയായിരുന്നു. അപ്പോൾ മാവേലിയുടെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി. പിന്നെ ഇതൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു. ഇത് ഓണം ബ്ലൗസ് അല്ല, ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൗസായിരുന്നു. പിന്നെ നമുക്ക് കിഡ്സിൻ്റെയൊക്കെ കുറച്ച് ഓർഡർ വന്നായിരുന്നു. ഇതൊരു 1 ഇയർ ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫ്രോക്കായിരുന്നു. അത് കസ്റ്റമൈസ് ചെയ്തെടുത്തായിരുന്നു. ഇതിൻ്റെ ബാക്കിലൊരു ബോ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിക്കെടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ മാവേലിക്ക് തന്നെ ഒരു ഡ്രസ്സും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണമായിരുന്നു. അതും എല്ലാം കൂടെ ആയപ്പോൾ ടൈമില്ലാതായി. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അമ്മ സ്റ്റിച്ച് ചെയ്യും, അമ്മ ഇടയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ മാറിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത ഓർഡറൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു. പിന്നെ നേരത്തെ നമ്മളൊരു റെഡ് കസിൻസിന് വേണ്ടിയിട്ടൊരു കോംബോയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. 2 പേർക്ക് കുർത്തയും ബാക്കി 3 പേർക്ക് സ്കർട്ടും ടോപ്പും ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് കസ്റ്റമൈസ് ആയിട്ട് തന്നെ അവർ തന്ന ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. പിന്നെ ഓണത്തിനിടാൻ വേണ്ടി സെറ്റ് മുണ്ടിൽ ഒരു മുക്കൂറ്റി പെയിൻറ്റ് ചെയ്തായിരുന്നു. ആ ഒരു മുക്കൂറ്റി നമ്മുടെ മുന്താണിയിലും ആ സെറ്റ് മുണ്ടിലെ ഫ്രണ്ട് പോർഷനിലും ഒക്കെ പെയിൻറ്റ് ചെയ്തായിരുന്നു. ഞാനല്ല ചെയ്തത്, ചേച്ചിയാണ് ചെയ്തത്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് സ്വന്തമായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തില്ല. ഇനി ഓണം കഴിഞ്ഞിട്ട് വേണം എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ മുക്കൂറ്റി ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അവൾ തന്നെ ചെയ്തൊരു പെയിൻറ്റിങ്ങാണ് വാഗ ഒരു ടിഷ്യൂ സെറ്റ് സാരിയിലാണ് ചെയ്തത്. അത് നമ്മൾ ഓണത്തിന് മുമ്പേ വീഡിയോ ഇടണമെന്നൊക്കെ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. ഓണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തതും വീഡിയോ ഇട്ടതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഓണത്തിനൊരു 5-6 ഡ്രസ്സെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഇടണമെന്ന് ആലോചിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ആകെ 3 എടുത്തുള്ളൂ. അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു സംഭവം റിസൾട്ട് കിട്ടിയില്ല. ഓണം കഴിഞ്ഞ് കുറച്ച് വർക്ക് കിട്ടിയായിരുന്നു. അത് കൂടുതലും ടോപ്പുകളായിരുന്നു. ഓണത്തിനും കൂടുതൽ ടോപ്പുകളാണ് നമുക്ക് കിട്ടിയത്. ഇതും അതുപോലെ ഒരു വയലറ്റ് കളറിലെ ഒരു ടോപ്പായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയലിൽ തന്നെ സ്കാലപ്പ് വർക്ക് ഉള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടോപ്പിൻ്റെ താഴെയും സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ഒരു വീനെക്ക് പോലെ നെക്കിൽ കൊടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ സ്കാലപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു. ഫുൾ സ്ലീവ് വെച്ചിട്ട് സ്ലിറ്റ് ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. അതുപോലെ നല്ല റേറ്റും ഉണ്ട്. ഇട്ടാലും നല്ല ഡ്രസ്സായിരിക്കും, ഒട്ടിക്കണമെന്ന്. നേരത്തെ കാണിച്ച യെല്ലോ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാർ സെറ്റാണിത്. ഇത് കോളർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കണേ. ഇതിൻ്റെ യോക്ക് പോർഷനിലാണെങ്കിൽ ഒരു കലങ്കാരി മെറ്റീരിയൽ കൊണ്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. മെറ്റീരിയലും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്ട്രൈറ്റ് പാൻറ്റും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. ഇത് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വരുന്ന ഒരു സെറ്റായിരുന്നു. അതായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പാൻറ്റ് ഈ സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. ഓണത്തിൻ്റെ ടൈമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തേക്കാൾ കൂടുതൽ വർക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കുറേയൊക്കെ വീഡിയോ എടുക്കാതെയാണ് വിട്ടേക്കുന്നത്. അപ്പം മാക്സിമം ഞാനെല്ലാം സ്റ്റിച്ച് ചെയ്തതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.